വെള്ളം വീണ്ടും കുറച്ച് വെള്ളം അതിപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ശരിയാകും. കണ്ണീർ മണിയുന്ന കണ്ണീർ അത് വേണം. ഗ്യാപ്പില്ല. കുഞ്ഞോളെ കുമാരി മാമുന്ന ചാഞ്ചാട് എല്ലാവർക്കും ചാഞ്ചാട്ടോ. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാടുന്നേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ണാഴ്ച മഞ്ഞേനടി നിൻമിഴികളിൽ അഞ്ജനമെഴുതാം ഞാൻ ഇത് നീ ആരോടും പറയില്ലെങ്കിൽ നമ്മളെന്നെ അറിയാം. ഇപ്പം ഏതൊരു കാര്യം നമ്മൾ ചില കാര്യങ്ങൾ ഐഡിയയും കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഉണ്ടാകും. യെല്ലോ കൂപ്പൺ കയ്യിലുള്ള എല്ലാവരും ഓണസദ്യ കഴിക്കുന്നതിനായി വെളിയിലേക്ക് ചെല്ലണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. If you have yellow coupon, please make your way to the ഓണസദ്യ. Thank you. വളരെ പയ്യെ സാവകാശം വേണം കേട്ടോ. പക്ഷെ ആദ്യം കഴിക്കുന്നവർക്കാണ് ഫസ്റ്റ്. പ്ലേസ് ചെയ്യും എല്ലാവരും പ്ലേസ് ചെയ്യും. റെഡി എല്ലാവരും 4 പേര് നിൽക്കണം.
എല്ലാവരും പ്ലേസ് ചെയ്തേ. ഒന്നും നോക്കിക്കോണേ. ആരാണ് ആദ്യം കഴിക്കുന്നത് കാണികൾ വാച്ച് ചെയ്യണം. കൈ എല്ലാവരും പുറകെ കെട്ടേണ്ടതാണ്. കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കൈ ഹാൻഡ്സ് മോനെ ഇട. കൈ പുറകിൽ കൈ എല്ലാവരും പുറകെ നെറ്റിയിൽ വെക്കുക. കൈ പുറകെ കെട്ടുക. കൈ പുറകിലേക്ക് വെക്കുക. കൈ പുറകിലേക്ക് മാത്രം ഉപയോഗിക്കാവേ. കൈ മാത്രം ഉപയോഗിക്കാവേ. റെഡി എല്ലാവരും റെഡി. പറഞ്ഞിട്ട് തുടങ്ങുള്ളൂ. ഓക്കെ. നോ എല്ലാവരും ഫോർഹെഡിലോട്ട് കയറ്റി വരും. കൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സ്റ്റാർട്ട് പറയാതെ ആരും കഴിക്കാൻ തുടങ്ങരുത്. എല്ലാവരും റെഡിയാണല്ലോ. താഴെ ഇരിക്കുന്നവർ വാച്ച് ചെയ്യുക ആരാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത്. കഴിച്ച് കഴിഞ്ഞാൽ മീൻസ് നിങ്ങൾ കഴിക്കുന്ന കൂടുതൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം കേട്ടോ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ആവേശകരമായ മത്സരമാണ്. കൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നോ ഫൗള് കാണിക്കരുത്. കൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നോ പോയി അവിടെ നോക്കിക്കോണേ. പയ്യെ സാവകാശം ചെയ്താൽ മതി. ഇവിടെ സൂക്ഷിച്ച് ചെയ്ത പോയി. സൂക്ഷിച്ച് ഓടണം. മ്യൂസിക് നിൽക്കുമ്പോൾ ചാടി കയറിയിരിക്കണം. ഓക്കെ, ഇതൊരു ട്രയലാണ്. ഫസ്റ്റ് ഇറ്റ്സ് ട്രയൽ. ഓക്കെ, ക്ലോക്ക് വൈസ് ഓടിക്കോ. ക്ലോക്ക് വൈസ്. എല്ലാവരും എഴുന്നേറ്റത്. ഗ്യാപ്പ്. മയിലിടാം. മലയാളിക്ക് പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഓണം എന്നൊരാഘോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഓണത്തിന് അതൊരു വിളവെടുപ്പ് ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നായിരുന്നു. ജാതി മതഭേദമന്യേ നമ്മൾ നല്ല സുന്ദരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് ഇന്നും നമ്മുടെ പിള്ളേർക്ക് അതിൻ്റെ സംസ്കാരവും കാര്യങ്ങളും വിളവെടുപ്പിൻ്റെയും അല്ലെങ്കിൽ ആ സത്യസന്ധതയുടെ സംസ്കാരവും പകർന്നു നൽകാനായിട്ട് നമ്മൾ കാരണവന്മാരായവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ലോകത്ത് എവിടെ ചെന്നാലും ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും അവർ നമ്മുടെ മക്കളായാലും അവരുടെ പരമ്പരയായാലും ഓണം ആഘോഷിക്കണമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടും സന്തോഷത്തോടും സമ്മാനത്തോടുകൂടി എല്ലാവർക്കും ഓണാശംസകൾ. സത്യസന്ധതയുടെ അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്നറിയുന്ന ഒരു ഓണത്തിലേക്ക് ലോകം മുഴുവൻ മാറിത്തിരിയട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. ഇന്ന് നമ്മൾ ഈ കണ്ട ഓണാഘോഷം ഒരു ഓണാഘോഷം മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരവും
പാരമ്പര്യം തുടർന്ന് കാണിക്കാനുള്ള ഒരു ആഘോഷം കൂടിയാണ്. നമ്മുടെ സംസ്കാരം എന്താണെന്ന് മറ്റുള്ളവരിലേക്കും അവരുടെ പരമ്പരയിലേക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു ആഘോഷമാണെന്ന്. നമ്മൾ ഈ കാണുന്ന ഓണാഘോഷം ഒരു ഓണാഘോഷം മാത്രമല്ല, ഇവിടെ വളരുന്ന കുട്ടികൾക്ക് കേരളം എന്താണെന്നും നമ്മുടെ പാരമ്പര്യം എന്താണെന്നും അറിയിക്കാനുള്ള സംസ്കാരവും പാരമ്പര്യവും ഭാഷയും എന്താണെന്ന് അറിയിക്കാനുള്ള ഒരു ഓണാഘോഷം കൂടിയാണ്. നാട്ടിൽ നിന്ന് എത്ര ദൂരെയായാലും